നമസ്കാരം. കുലദേവത, കുലാചാരം, ശാക്തേയം, ഭുവനേശ്വരി പൂജ, ഇന്ന് ഇതൊക്കെയാണ് ട്രെൻഡിങ് മാർക്കറ്റിംഗ്. കുലദേവതാ പഠനം അത് ഓരോ സമയത്ത് ഓരോതാ. കുറച്ച് കാലങ്ങളായിട്ട് ശ്രീവിദ്യയുടെ വാണിജ്യവൽക്കരമായിരുന്നെങ്കിൽ ഇന്ന് കുലാചാരവും കുലദേവതേൻ്റെയും ഇതിലേക്ക് മാറിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. നല്ലത് തന്നെ. എന്തായാലും എല്ലാവരുടെയും കുലദേവതയുടെ മുഖപ്രസാദം ഉണ്ടാവട്ടെ. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഒന്ന് ശാക്തേയത്തിനെ പറ്റിയിട്ടാണ്. ശാക്തേയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുലത്തിലെ ആൾക്കാർ തന്നെ ചെയ്യുമ്പോഴാണ് അതിന് മഹത്വം കൂടുതൽ. അങ്ങനെയായിരുന്നു പണ്ട്. ആ കുലത്തിലെ ഏതെങ്കിലും ഒരു കാരണവരായിരിക്കും അവിടുത്തെ ശാക്തേയ കർമ്മങ്ങളും ചെയ്തു വന്നിട്ടുണ്ടാവുക. കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങളും താല്പര്യമില്ലായ്മയും പൂർവികമായിട്ടുള്ള കാര്യകർമാദികൾ കണ്ട് മനസ്സിലാക്കാൻ പുതിയ തലമുറക്ക് താല്പര്യമില്ല, ആ വഴി പോകണ്ട എന്ന് നിശ്ചയിച്ചു. അങ്ങനെയൊക്കെയാണിത് ഒരുപാട് അന്യം നിന്ന് പോയിട്ട് നശിച്ചു പോയി. വീണ്ടും ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ട് അതൊക്കെ തിളിർത്ത് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആചാര്യന്മാരും ശാക്തേയ ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വേറൊരു വിഷമാദികൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പല തറവാടുകളും പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ശാക്തേയം കഴിപ്പിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നൊരു കർമ്മി അല്ലെങ്കിൽ ഒരു ശാക്തേയ ആചാര്യം വന്നു കഴിഞ്ഞാൽ ആ തറവാട്ടിലെ പൂർവികമായിട്ട് ആ തറവാട്ടിലെ ദേവതേനെ ആചാരിച്ച അവിടുത്തെ ഗുരുമുത്തപ്പന്മാരുണ്ടാവും. ആ ഗുരുമുത്തപ്പന്മാരുടെ അനുഗ്രഹമില്ലാതെ അല്ലെങ്കിൽ ആ ഗുരുമുത്തപ്പന്മാരുടെ അനുവാദം വാങ്ങാതെ അവിടെ ശാക്തേയം വിജയിക്കില്ല. അത് പലർക്കും അറിയില്ല. അവിടുത്തെ ഗുരുമുത്തപ്പന്മാർ അനുഗ്രഹിക്കാതെ ഒരിക്കലും അവിടുത്തെ ദേവത സാധിക്കില്ല. ഒരു കാര്യം അത്. പിന്നെന്ന് പറഞ്ഞാൽ ആ കുലത്തിൽ എന്താണോ നേദിച്ചത് ആ ദേവതക്ക് കൊടുത്തത്, ആ ദേവതയെ ഇഷ്ടപ്പെട്ട നേതി എന്താണെന്ന് അത് മനസ്സിലാക്കേണ്ടെങ്കിലും അവിടുത്തെ ഗുരുമുത്തപ്പന്മാരുടെ കൈ പോകണം. അല്ലാതെ നമ്മൾ നിത്യനിധേന മറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിൽ വെക്കുന്ന നേദ്യം കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പൂജിച്ച് കഴിഞ്ഞാൽ ആ ദേവത പ്രസാദിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വഴികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ശാക്തേയം എന്ന് പറയുന്ന മഹാബൃഹത്തായിട്ടുള്ള കർമ്മ പദ്ധതികളിലും ആ കർമ്മത്തിൻ്റെയും അറകൾ അറിയാതെ ഇപ്പം പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില കർമ്മികൾ എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞ കാര്യമാണിത്. ചില കർമ്മികൾ ശാക്തേയം കഴിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, കോഴിയൊക്കെ വാങ്ങി കറിയൊക്കെ ആക്കി വെച്ചോ, നമ്മൾ വന്നിട്ട് നേദിച്ച് ശാക്തേയം കഴിച്ചോളാം. എന്താ അവസ്ഥ? ശാക്തേയത്തിൽ കാളിക്ക് കൊടുക്കുന്ന കൊക്കുടം, കോഴി, അതിന് നിയമങ്ങളുണ്ട്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനത്തെ കോഴി ആയിരിക്കണം, ഇതൊക്കെ നിയമങ്ങളുണ്ട്. കുലാർവർണ്ണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബലിപ്പക്ഷിയെ പറ്റിയിട്ട്. ബലിപ്പക്ഷിയുടെ നിയമങ്ങൾ എന്തെല്ലാമാണ്, ബലിപ്പക്ഷി എങ്ങനെയായിരിക്കണം, അതിന് എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടാവാതിരിക്കണം, ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും അല്ല ഇന്ന് ചെയ്തു വരുന്നത്. പലത് പൈസ ആക്കണം എന്നില്ല ഒരൊറ്റ ചിന്ത മാത്രമായിരിക്കും അതിലൂടെ, അല്ലാണ്ട് അങ്ങനെ വരില്ല. കാരണം ശാക്തേയത്തിൽ പൊതുവേ ശാക്തേയത്തിലെ കാളിക്ക് കൊടുക്കുന്ന കൊക്കിടും അതിനെ ആ സന്നിധിയിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഉപചാരക്രിയകളൊക്കെ ചെയ്ത് കർമ്മി അതിനെ ബലി കൊടുത്തിട്ടാണ് അതിൻ്റെ പ്രസാദ ദേവിക്ക് നേദിക്കുക.
പക്ഷേ ഇന്ന് കർമ്മികൾ, എല്ലാ കർമ്മികളല്ലേ പറയുന്നത്, ചില കർമ്മികൾ ശാക്തേയം കഴിപ്പിക്കാൻ ഏറ്റ് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറഞ്ഞ് നടന്ന കാര്യങ്ങളിത് പറഞ്ഞത്. വീട്ടുകാരോട് പറയാണ്, നിങ്ങൾ കടയിൽ നിന്നൊരു കോഴീനെ വാങ്ങി ഒക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് പാചകം ചെയ്തൊക്കെ അത് വെച്ചോ, ഇത്ര സമയം നമുക്ക് നമ്മളെത്തും, അതിനുശേഷം നമ്മൾ പൂജ ചെയ്തു തരാം. അപ്പോൾ ഈ വരുന്നവന് ശാക്തേയം എന്താണെന്ന് അറിയില്ല ഒന്നിക്കൽ. കാരണം ശാക്തേയത്തെപ്പറ്റി മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. കാരണം ഈ ചെയ്യുന്നവനും ഇത് ദോഷമാണ്, അവൻ്റെ കുലവും മുടിയും 100% ഉറപ്പാണ്. അതുമാത്രമല്ല, ഈ ചെയ്തു കൊടുക്കുന്ന കുലത്തിനും നാശമാണത്. ഇപ്പം പോയിട്ട് ചെയ്യുന്ന ആ കുലത്തിന് വരെ നാശം സംഭവിക്കൂ ഇങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്താൽ. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കുക, ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ വരാം, കോഴീനെയൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട്, കടയിൽ നിന്ന് വാങ്ങുന്ന കോഴി ഏത് തരത്തിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഏത് കടയിൽ നിന്നാണ് വാങ്ങുന്നത്? നിങ്ങളത് അന്യമതസ്ഥർ നടത്തുന്ന കടയിൽ നിന്നാണെങ്കിൽ അതിൽ അന്യമന്ത്ര ജപദോഷം എന്ന് പറഞ്ഞ ദോഷം വേറെ ഒന്ന് വരും. കാരണം അവരുടേതായിട്ട് മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ആ കോഴി ഇറക്കുക. അതൊക്കെ പോട്ടെ, അതിനും വലുതാണ് ഈ സന്നിധിയിൽ വെച്ചിട്ട് അതിൻ്റെ ആ കുക്കുടത്തിൻ്റെ ജീവകലയെ ദേവിയിലേക്ക് ലയിപ്പിക്കാനും അതിന് നല്ലൊരു യോനിയിലേക്കുള്ള ജന്മം കൊടുക്കാനും പ്രാപ്തനായ ഒരു കർമ്മിയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു കർമ്മിയാണ് അതിനെ ദേവിക്ക് ബലി കൊടുക്കേണ്ടത്. എങ്കിലേ അവിടെ പൂർണ്ണതയാവും. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിയിട്ട്, ഇറച്ചി കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കോഴി നിവേദിക്കലല്ല ശാക്തേയം. 64 ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്ന ആ ബൃഹത്തായ പദ്ധതിയും ആ ബൃഹത്തായ കർമ്മവും ഇവിടെയുള്ള മറ്റ് കർമ്മങ്ങളിലെല്ലാം 16 ഉപചാരങ്ങളാണ്. ശാക്തേയമാണ് 64 ഉപചാരങ്ങളോട് ചെയ്യുന്ന കർമ്മം. അപ്പോൾ ആ കർമ്മത്തെ വികലമാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് പല സ്ഥലത്തും ഇന്ന് ഇത് തീർത്ത് വരുന്നത്. അതിനെ ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. നിങ്ങൾ ആ കുലത്തിനെ നശിപ്പിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു നേരത്തെ അന്നത്തിൻ്റെ പൈസ ഉണ്ടാക്കേണ്ട സമ്മാനിക്കാം, പക്ഷെ അത് ഒരു കുലത്തിന് തന്നെ നാശമായിട്ടാണ് വരുന്നത്. ആ കുലത്തിന് മാത്രമല്ല, അത് നിങ്ങൾക്കും നാശം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് നാശം തന്നെയാണത്, സംശയമൊന്നും വേണ്ട. അത് തൽക്കാല വിജയമായിട്ട് നിങ്ങൾ പൈസയൊക്കെ വാങ്ങിയിട്ട് പോയിരിക്കും, പക്ഷെ നാളെ അത് നിങ്ങളെ നാശത്തിലേക്ക് തന്നെ നയിക്കും. അപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങളെ വീട്ടിൽ ശാക്തയും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന കൂട്ടറ ആദ്യം നിങ്ങളെ പടിക്ക് പുറത്താക്കുക. എന്നുവെച്ചാൽ അറിയുന്ന ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിക്കുക. നിങ്ങൾക്ക് പരിചയമില്ല കർമ്മിയോ ആരോ ആയിക്കോട്ടെ, ശാക്തേയത്തിൽ കുറച്ച് അറിവുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്കും നാശമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. കർമ്മി വന്നിട്ട് ഇപ്പോൾ കർമ്മി പറയാണ്, ആ വീട്ടിലെ ഒരാൾ അംഗത്തോട് പറയാണ്, ശരി നിങ്ങൾ അതിനെ പുറകുവശത്ത് പോയിട്ട് അറുത്തിട്ട് കറിയൊക്കെ വേവിച്ചിട്ട് കൊണ്ടുതന്നെ. അതും തെറ്റാണ്. കാരണം ആ ബലിപ്പക്ഷിക്ക് ഞാൻ പറയില്ലേ, ബലിപ്പക്ഷിക്ക് നിയമങ്ങളുണ്ട്, ആ ബലി ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്, ആ ബലിപ്പക്ഷിക്ക് കൊടുക്കേണ്ട ഉപചാരങ്ങൾക്ക് നിയമങ്ങളുണ്ട്. ആ ഉപചാരങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യക്തി അതിനെ എന്താ പറയണ്ടേ, അടുക്കള ഭാഗത്തിലെ കുപ്പത്തൊട്ടിയിൽ പോയിട്ട് അറുത്ത് അതിനെ നേദിക്കുക എന്ന് പറയുമ്പോൾ അതും ദോഷം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അതൊന്നുമല്ല കർമ്മം, അങ്ങനെയൊന്നുമല്ല വേണ്ടത്. അത് പറഞ്ഞില്ലേ, ആ കോഴിയുടെ ജീവകലയെ ആ ദേവിയിലേക്ക് ലയിപ്പിക്കാൻ കഴിവുള്ള ആചാര്യനാണ് അതിനെ ഗണ്ഡം ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാതെ എന്താണ് ഇതൊക്കെ അവിടെ വന്ന് കോഴിനെ എടുത്ത് ഒന്ന് അരിയും പൂട്ടി പറയും, അത് നിങ്ങൾ പോയിട്ട് അവിടുന്ന് പുറകുവശത്ത് എവിടെയോ പോയിട്ട് നിങ്ങളതിനെ അറുത്ത് പൊടിച്ചിട്ട് അന്നേക്കെന്ന് പറയുന്നത് അതും തെറ്റാണ്. അങ്ങനെ ചെയ്താലും അതിനും കർമ്മദോഷം വരും. കാരണം ഇത്രയും നല്ലൊരു കർമ്മം വേറെ ഇല്ല ശാക്തേയത്തിനെ പോലത്തെ. ആ കർമ്മത്തെയാണ് ഇങ്ങനെ വികലമാക്കുന്നത്. ചെയ്യുന്ന കൂട്ടർ പറയും നിങ്ങളൊന്ന് അറിഞ്ഞ് ചെയ്യും, അത് പഠിച്ചിട്ട് ചെയ്യും, നിങ്ങൾ ചെയ്യേണ്ടതൊന്നും പറയുന്നില്ല. നിങ്ങൾ അത് എന്താണ് ആ ശാക്തേയം എന്നൊന്ന് മനസ്സിലാക്കി ചെയ്യും. അല്ലാതെ വെറുതെ എന്തെങ്കിലും ആക്കിയിട്ട് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കുന്നത് മാത്രമല്ല, ആ ഒരു കുലമാണ് നശിക്കുന്നത്.
കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പല തറവാടുകളിലും കുലദേവതയായിട്ട് ഭുവനേശ്വരി സങ്കല്പവും ഭദ്രകാളി സങ്കല്പത്തിലും ശാക്തേയ വിധാനങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ആ കുലദേവതയുടെ നാശത്തിന് കാരണമാവാതെ കണ്ട് നിങ്ങൾ ഒന്നിക്ക് നിങ്ങൾ അറിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മെനക്കെടാണ്ടിരിക്കുക, നശിപ്പിക്കല്ല ദേവിയത്. കാരണം ഒരു കാലഘട്ടത്തിലൊക്കെ നശിച്ചെടുത്ത് നിന്ന് ഇന്ന് പടിപടിയായിട്ട് ഓരോ കുലത്തിലും തിളർപ്പ് വരുന്ന സമയമാണ്. അതിന് ഇതുപോലത്തെ കർമ്മങ്ങളിലൂടെ വീണ്ടും നിങ്ങൾ നശിപ്പിച്ചു. കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെ നാശത്തിലേക്ക് പോകുമ്പോൾ ആ വീട്ടുകാർ ചിന്തിക്കൂലേ ഇതെന്തിനാ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എടുത്തു കൂട്ടി എന്തെങ്കിലും ദോഷദുരിതങ്ങൾ കണ്ടിട്ടായിരിക്കാം ആ തറവാട്ടുകാർ ഇതൊക്കെ എടുത്തു കൂട്ടി ഉണ്ടാവുക. അപ്പോൾ ആ എടുത്തു കൂട്ടിയ ആൾക്കാർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മാറ്റവും ഇല്ല, നമുക്ക് അതേ ഗതിയാണ്, പഴയ അതേ ഗതിയാണ് എന്ന് പറയുമ്പോൾ പിന്നെയും വിഷമാദികളാണെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഇതിന് നിൽക്കുമോ, ഇതിന് മുതിരുമോ ഈ കർമ്മം ചെയ്യാൻ? അവർ അറിയില്ല ഇത് ചെയ്തിട്ടും ചെയ്യായിട്ടും എല്ലാം കണക്കിനെന്നല്ല പറയുക. അപ്പോൾ പുറത്തു നിന്ന് കടയിൽ നിന്ന് കോഴീനെ വാങ്ങി നേദിക്കുന്ന അവസ്ഥയല്ല ശാക്തേയം. അതുപോലെ കുപ്പത്തൊട്ടിയിൽ പുറകുവശത്ത് പോയിട്ട് അറുത്തിട്ട് ചെയ്യുന്ന കർമ്മമല്ല ശാക്തേയം. ഇതിൽ മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുക, ഇതെന്താണ് ഗുരുക്കളെന്ന് ചോദിക്കണം. നിങ്ങളുടെ തറവാടുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗുരുക്കളോട് ചോദിക്കുക, ഇതിങ്ങനെയല്ലല്ലോ വ്യവസ്ഥകൾ. കാരണം ഇതിങ്ങനെയല്ല, ഇങ്ങനൊരു വ്യവസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല. ശാക്തേയം എന്ന് പറഞ്ഞാൽ ഗുരു പാരമ്പര്യമാണ്, ശരി തന്നെയാണ്, പാരമ്പര്യം. പക്ഷേ ആ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയല്ല, അവനവന് തോന്നുന്ന പോലെ ചെയ്യാമെന്നുള്ളൊരവസ്ഥയല്ല പാരമ്പര്യം. പാരമ്പര്യത്തിൽ എന്താ പറയണ്ടേ, അത് നല്ലതായിട്ടുള്ള കാര്യകർമാദികളിലൂടെയാണ് ആ പാരമ്പര്യം നിലത്തിലുണ്ടാകുക. അത് അറിയാതെ കണ്ട് ഞാൻ പാരമ്പര്യക്കാരനാന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയല്ല പാരമ്പര്യം എന്ന് പറയുമ്പോൾ. ശാക്തേയ പാരമ്പര്യം തലമുറയായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ആ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ശാക്തേയത്തിലെ ഓരോ തറവാട്ടിലും ഓരോ നേദ്യങ്ങളാവാം, ഓരോ വിധാനങ്ങളാവാം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനും ആ ശാക്തേയത്തിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് പാടുള്ളൂ, ഇതിങ്ങനെയാണെന്ന്. അതിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല. എൻ്റെ പാരമ്പര്യം ഇതാണെന്ന് പറഞ്ഞിട്ട് ബേക്കേപ്പുറത്ത് ഇറങ്ങുന്നതല്ല ശാക്തേയം. അല്ല, എൻ്റെ പാരമ്പര്യം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്, അതുമല്ല, അതൊക്കെ തെറ്റാ. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇതുപോലുള്ള ആൾക്കാർ പറയുമ്പോൾ നിങ്ങളുടെ തറവാടിലാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കുക, അതിനെ ചോദ്യം ചെയ്യണം. കാരണം ഇത് തെറ്റാണ്. അത് നിങ്ങളുടെ നാശത്തിനും ആ ചെയ്യുന്ന കർമ്മിക്കും കിട്ടും, അത് വേറെ വിഷയം. പക്ഷെ അത് നിങ്ങളുടെ കുലദേവതയ്ക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങളുടെ കുലത്തിലെ നാശത്തിലേക്കേ വരുമോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അറിയാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾത്തരങ്ങളുണ്ട് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. നന്ദി, നമസ്തേ.